നമ്മളൊരു പ്ലേറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കുക. ആ പ്ലേറ്റിൽ ഓരോ ഭക്ഷണങ്ങളും എത്ര തോതെടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെ പ്ലേറ്റിൽ ഏകദേശം പകുതി പച്ചക്കറി, ഒരു 40% വെജിറ്റബിൾസാണ് വേണ്ടത്. പകുതി 40% പച്ചക്കറികൾ വേണം. പച്ചക്കറിയിൽ നമ്മൾ മലയാളികൾക്ക് ഉരുളക്കിഴങ്ങും കിഴങ്ങ് വർഗ്ഗങ്ങളും ചേമ്പും ചേനയും പയറും കടലയൊക്കെ പച്ചക്കറിയാണ്. പക്ഷെ അതല്ല. കിഴങ്ങ് വർഗ്ഗങ്ങളും പയറ് വർഗ്ഗങ്ങളും കടല വർഗ്ഗങ്ങളും അല്ലാത്ത വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, എസ്പെഷ്യലി ഇല വർഗ്ഗങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. മറ്റ് പച്ചക്കറികളും ആവാം. ഓക്കെ, അതാണ് 40% വേണ്ടത്. ഏകദേശം പകുതിയോളം. 10% നമുക്ക് ഫ്രൂട്ട്സ് ആവാം. ഓക്കെ, അപ്പോൾ ആ പകുതി കഴിഞ്ഞല്ലോ. ബാക്കി പകുതിനെ രണ്ടായി വിഭജിക്കാം. ഏകദേശം ഒരു 30-20 എന്നുള്ള ലെവല്. ആ ഒരു 30 അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം നമുക്ക് അരി ഭക്ഷണം കഴിക്കാം. അരി, ഗോതമ്പ്, റാഗി, ഓട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അന്നജമടങ്ങിയ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ കാര്യങ്ങൾ നമ്മൾ 1/4 ഭാഗമാണ് ഒരു നേരം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഒരു പ്ലേറ്റിൻ്റെ. ബാക്കി 1/4 ഭാഗം നമുക്ക് പ്രോട്ടീൻസ് കഴിക്കാം. പ്രോട്ടീൻ എന്ന് പറയുമ്പം ഇറച്ചി, മീൻ, മുട്ട, പാലുൽപ്പന്നങ്ങൾ, പയറ്, കടല വർഗ്ഗങ്ങൾ, അതുപോലെയുള്ള സാധനങ്ങൾ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് 1/4 ഭാഗം കഴിക്കാം. ഇതാണ് ഒരു ഹെൽത്തി ഈറ്റിംഗ് പ്ലേറ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ഡ്രിങ്ക്സ്, വെള്ളം കുടിക്കണമല്ലോ. നിങ്ങൾക്ക് ശുദ്ധമായ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം, ശുദ്ധമായ പച്ചവെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്ത, ഐ റിപ്പീറ്റ്, ഞാൻ ആവർത്തിക്കുന്നു, ഷുഗർ ഇല്ലാത്ത ഡ്രിങ്കുകളാണ് ഏറ്റവും നല്ലത്. കട്ടൻ ചായ, കട്ടൻ കാപ്പി കുടിക്കാം വിത്തൗട്ട് ഷുഗർ ഓർ ലെസ് ഷുഗർ. പാൽ കുടിക്കാം, അല്ലെങ്കിൽ എന്ത് ഡ്രിങ്കും കുടിക്കാം, പക്ഷേ ഷുഗർ ഇല്ലാത്തതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സംഗതി. ഓക്കെ.